ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. പണ്ട് തൊട്ടേ വീടുകളിൽ ഉണ്ടാക്കുന്ന വിഭവമാണ് ദിവസങ്ങളോളം കേടാവാണ്ട് കഴിക്കാൻ പറ്റുന്ന അവില് വിളയിച്ചത്. വെള്ളവിലാണ് എടുത്തേക്കണേ, ചുവന്ന അവിലുകൊണ്ട് ഉണ്ടാക്കാം. 4 കപ്പ് അവിലാണ്. ഈ കണക്കിൽ ബാക്കി വേണ്ടതെല്ലാം എടുക്കാം. നാളികേരം ചിരകിയത് 3.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഉണ്ട ശർക്കര ചീകിയെടുത്തതാണ് 1.25 കപ്പ്. പാത്രത്തിലേക്ക് ശർക്കര ഇടാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ചീകിയെടുത്തതുകൊണ്ട് വേഗം അലിഞ്ഞോളും. പതഞ്ഞ് വന്നൊന്ന് തിളച്ചാൽ മതി, നൂൽപ്പാകാവണ്ട. ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. പൊട്ടുകടല 1/2 കപ്പ് ചേർക്കാം. ഒന്ന് ചൂടാവട്ടെ നെയ്യിൽ. അവിൽ നല്ലോണം എടുത്തതുകൊണ്ട് പൊട്ടുകടല ഇത്ര ഉണ്ടെങ്കിൽ നല്ലതാണ്. കാൽ കപ്പ് കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഇത്തിരി നിറം മാറിയ 2 ടേബിൾ സ്പൂൺ എള്ള്. ഇനി എല്ലാം നല്ലോണം ചൂടാവണം. എള്ളൊന്നും പൊട്ടി വരും. ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. ഇത് നാളികേരം ചിരകിയത്. ഇതൊന്ന് ചൂടാവണം. നിറം മാറി വറുത്ത പോലെ ആവണ്ട, ജലാംശമൊക്കെ പോയിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ കേടുവരില്ല കുറച്ച് ദിവസം. ഇപ്പോൾ പാകത്തിന് റോസ്റ്റായി. ഇനി ഓഫ് ചെയ്യാം. ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അവിലിട്ട് ചൂടാക്കാം. പഴവും ചേർത്ത് അവിൽ നനച്ചത് ഉണ്ടാക്കുമ്പോൾ നാളികേരത്തിൻ്റെയും പഴത്തിൻ്റെയും വെള്ളമയത്തിൽ കുഴഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെ വിളയിക്കുമ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി ശർക്കരപ്പാനി ഒഴിക്കാം. ഇളക്കി യോജിപ്പിക്കാം. എല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഉതിർന്നിരിക്കും. പാനിയുടെ അളവ് കൂടിയ പിന്നെ ബുദ്ധിമുട്ടാവും. ഈ അളവിൽ തന്നെ ചേർക്കാം. ശർക്കരപ്പാനിയൊക്കെ അവിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞു. ഇനി 8 ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ മതി. നേരത്തെ വറുത്ത് വെച്ചതും കൂടി ചേർത്തിട്ട് ഇളക്കാം. ശർക്കരയുടെ മധുരം എല്ലായിടത്തേക്കും പിടിക്കണം. ഇപ്പോൾ ഇതാ ഉതിർന്ന് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ 8-10 ദിവസം കേടാവാണ്ടിരിക്കും. നല്ല സ്വാദുള്ള അവിൽ വിളയിച്ചതായി കഴിഞ്ഞു. കുട്ടികളും നല്ലോണം കഴിച്ചോളും. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.